എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് 3ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റാണ് മാത്സിൻ്റെത്. ലെറ്റ്സ് ജോയിൻ ടുഗദർ എന്നാണ് യൂണിറ്റിൻ്റെ പേര്. നമുക്കതിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് കിടക്കാം. നമുക്ക് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യമായി മാത്ത് ഫെസ്റ്റ് നടക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. മാത്ത് ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുറച്ച് സ്റ്റാളുകളാണ് ഇവിടെ നടത്തുന്നത്. അതാണ് നമ്മൾ ആക്ടിവിറ്റിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്നാമത്തത് സ്റ്റാൾ 1 ആണ്, ആഡപ്പ് കളറിങ്. അപ്പോൾ ഇതിൽ ആഡപ്പ് എന്ന് നമ്മൾ കൂട്ടിച്ചേർത്ത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. നമുക്ക് 2 കാർഡുകൾ നമ്മൾ ബോക്സിൽ നിന്ന് എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, അത് കൂട്ടിയിട്ട് നമ്മൾ ആ തുക കിട്ടുന്ന ബോക്സ് നമ്മൾ അവിടെ കളർ ചെയ്യുക. കിട്ടുന്ന ഏതായാലും നമുക്ക് അവിടെ കളർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ പ്രവർത്തനം എന്ന രീതിയിൽ നമുക്ക് 2-3 കാർഡുകൾ, പല നമ്പറുകളുള്ള കാർഡുകൾ നമുക്ക് എടുക്കുന്നു. ഇപ്പം ഞാനിവിടെ ഉത്തരം എഴുതിയിട്ടുണ്ട്, ആൻസർ ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഞാൻ ഒരു 30 എടുത്തു, 30 എടുത്തു, പ്ലസ് ഒരു 14 കിട്ടി. അപ്പോൾ എനിക്ക് 2 കാർഡ് കിട്ടി. ഞാൻ കൂട്ടിയപ്പോൾ എനിക്ക് എത്ര കിട്ടി? ആഡ് ചെയ്തപ്പോൾ 70 കിട്ടി, 70 കിട്ടി. അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ? നമുക്ക് ഒരു ഏതൾ നമുക്ക് കളർ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഈ ഇത് സംഭവം ചെയ്യുന്നത്. നമുക്കിവിടെ ബോക്സിൽ നമുക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ആൻസർ കൊടുത്ത് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ നമ്മൾ സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പോൾ 20 എടുത്തിട്ടുണ്ട്, 20, 40, 60 കിട്ടും. അതുപോലെ നമുക്ക് 30 കിട്ടിയാൽ നമുക്ക് 60 കിട്ടും. ആൻസർ നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിത് എല്ലാവർക്കും ഈ ആക്ടിവിറ്റി ചെയ്യാൻ വളരെ എളുപ്പമുള്ള ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമുക്ക് സംഖ്യകൾ ഏത് സംഖ്യയാണെങ്കിലും, അതായത് നമുക്ക് ഈ ഇപ്പോൾ 65 ആണ് നമുക്ക് എടുക്കേണ്ടതെങ്കിൽ ആ 65 കിട്ടാൻ ആവശ്യമായ സംഖ്യകൾ കിട്ടിയാലും മതി നമുക്ക്. ഓക്കെ, ഒരിടത്ത് ഇപ്പോൾ 20 കിട്ടി, 20യുടെ കൂട്ടത്തിൽ ഒരു 45 കൂടെ കിട്ടിയാൽ നമുക്ക് 65 ആകാം. ഓക്കെ, അങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. അടുത്ത നെക്സ്റ്റ് ആക്ടിവിറ്റി പെയറിംഗ് ആണ്. പെയറിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്? പെയറിങ്ങിൽ പെയർ 1 എന്താണ്? 1 + 9, അതിൻ്റെ സമ്മ് 10 ആണ്. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് നമ്മളോട് ബാക്കിയുള്ള താഴെയുള്ള പെയറുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എങ്ങനെ പെയറിങ് ചെയ്യാൻ കഴിയുക? ഇതിൽ 2 + 8 ഞാൻ എഴുതിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ സമ്മ? നമുക്ക് 10 കിട്ടും. അപ്പോൾ അതുപോലെ ഒരു പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എണ്ണം വരുന്നതിനാണ് ഒരു പെയർ എന്ന് പറയുക, ജോഡി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ ഈ പെയറിനെ നമുക്ക് ഇതുപോലെയുള്ള ജോഡികൾ കണ്ടുപിടിക്കാനാണ്, നിങ്ങളോട് പെയർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 10 കിട്ടുന്ന പെയറുകളാണ് വേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്? 3 + 3 + 7 10 ആണ്, 4 + 6 10 ആണ്, 5 + 5 10 ആണ്. അതുപോലെ തന്നെ നമുക്ക് പെയറിൻ്റെ വേറൊരു എക്സാമ്പിൾ കാണാം. 100 കിട്ടുന്നത് 1 + 99 എന്താണ്? 100. അതായത് 1ൻ്റെ കൂട്ടത്തിൽ ഏതൊരു സംഖ്യ കൂട്ടിയാലും പറ്റില്ല. 100 കിട്ടണമെങ്കിൽ 99 മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇപ്പോൾ 65നോട് എത്ര കൂട്ടിയാലായിരിക്കും നമുക്ക് സമ്മ 100 കിട്ടുക? നമുക്ക് 35 ആണ് അല്ലേ? അപ്പോൾ 35 കിട്ടിയാലേ നമുക്ക് 100 കിട്ടുള്ളൂ. അതുപോലെ തന്നെ 100 കിട്ടാൻ 60ൻ്റെ കൂട്ടത്തിൽ 60യുടെ കൂട്ടത്തിൽ എത്ര കൂടണം? അത് 40 ആണ്. നമുക്ക് ഈ ആൻസർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ 100ൽ നിന്ന് 65 മൈനസ് ചെയ്താൽ നമുക്ക് 35 കിട്ടും. അതുപോലെ തന്നെ 100ൽ നിന്ന് 60 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 40 ആൻസർ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഉത്തരങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, എന്താണ് നമ്മൾ പെയർ ഓൾറെഡി പറഞ്ഞു. ഒരു പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എണ്ണം വരുന്നതിനാണ് പെയർ. അതുപോലെ നമുക്ക് 100 കിട്ടാൻ പറ്റുന്ന പെയറുകൾ ഏതൊക്കെയാണ്? 50 + 85, 25 + 75. ഇതൊക്കെ നമുക്ക് പെയറുകളാണ് അല്ലേ? അപ്പോൾ അതിൽ നമുക്ക് ഇനി ഇതുപോലുള്ള സിമിലർ ആയിട്ടുള്ള സംഖ്യകൾ, നമുക്ക് 100 സമ്മ കിട്ടുന്ന സംഖ്യകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വളരെ ഈസിയാണ് അല്ലേ? നമുക്കിവിടെ ഒരു കണക്ട് ഓൾ പെയർസ് വിത്ത് സം 100 എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കിതിൽ ഏതൊക്കെയാണ് സംഖ്യകൾ കണ്ടുപിടിക്കാൻ കഴിയുക? 47 അല്ലേ? 47നോട് ഏത് പെയറായിരിക്കും പറ്റുക? ഒന്നത് പറഞ്ഞേ. 47നോട് ഏതായിരിക്കും? 53 ആയിരിക്കും ഇവിടെ വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമുക്ക് അവിടെ അതിനൊരു പാറ്റേൺ വരുന്നത് കാണാം അല്ലേ? 49ൻ്റെ കൂട്ടത്തിൽ 51 100 ആയി. 48 വന്നു കഴിഞ്ഞാൽ 52 വന്നു. അപ്പം ഒരിടത്ത് നമ്മൾ 9 കഴിഞ്ഞ് 8 വന്നു. അങ്ങനെ ഓരോന്ന് കുറഞ്ഞു വരും, അപ്പുറത്ത് ഒന്ന് കൂടി വരും. അങ്ങനെ നമുക്കത് പെയർ 100 ആയിട്ട് നമുക്ക് മാച്ച് ചെയ്യാവുന്നതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഏതാണ്? പെയർ മേക്കിംഗ് 1000 നമുക്ക് മാച്ച് ചെയ്യുന്ന പെയറുകളാണ് 50, 50 + 950 = 1000. അതുപോലെ തന്നെ 115 + 850 = 1000. ഇതുപോലെ നമുക്ക് പെയറുകൾ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉത്തരങ്ങൾ കിട്ടും. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏകദേശം മനക്കണക്കായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? നമുക്ക് സ്റ്റാൾ നമ്പർ 2 ആണ്. ഈ സ്റ്റാളിൻ്റെ പ്രത്യേകത എന്താണ്? ഈ സ്റ്റാള്, ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റാളിൽ കുറേ ഐറ്റംസ്, ക്ലോത്ത് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനും വില, അവിടെ പ്രൈസ് അതിൽ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചുരിദാർ
50 ആണ്. ഷർട്ട് 200, സാരി 410, സ്കേർട്ട് 990, അടുത്തത് ബെഡ്ഷീറ്റ് 150, ടീഷർട്ട് 300. അങ്ങനെ പല ഡിഫറെൻറ്റ് ടൈപ്പ് ക്ലോത്ത് ഐറ്റംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് വിച്ച് എമൗണ്ട് ദ 2 ഡ്രസ്സസ് ക്യാൻ വി ബൈ വിത്ത് 50 റുപ്പീസ്. അപ്പം 500 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാവുന്ന 2 ഡ്രസ്സുകൾ നിങ്ങൾ മാച്ച് ചെയ്യണം. അത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കൃത്യമായി 500 രൂപ തന്നെ സം ടോട്ടൽ കിട്ടണം. നമുക്ക് ഇതിനകത്ത് മാച്ച് ചെയ്ത് നോക്കാം. അങ്ങനെയാണ് നമുക്ക് 500 വരുന്ന രീതിയിൽ ഏതൊക്കെ ഡ്രസ്സുകൾ എടുത്താൽ പറ്റും. ഞാനിപ്പോൾ ഒരെണ്ണം എടുത്തിരിക്കുന്നത് കാണിച്ചാൽ സാരി. ഞാനൊരു സാരി എടുത്തു. സാരി എന്താണ് ആൻസർ വന്നിരിക്കുന്നത്? 410 ആണ്. 410ഉം സ്കേർട്ടിന് എത്രയാണ്? 90 ആണ് അല്ലേ? 90. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ 500 കിട്ടും. അപ്പോൾ ഒരു എക്സാമ്പിളോട് എടുത്തിട്ടുണ്ട്. ബിൽ 2 എന്താണ്? ടീഷർട്ട് 300 റുപ്പീസ് അവിടെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഷർട്ടിന് എത്രയാണ്? 200. അങ്ങനെ ടോട്ടൽ 500. ഒക്കെ നമുക്ക് അങ്ങനെ ആൻസർ ചെയ്യാവുന്നതാണ്. അടുത്ത സ്റ്റാൾ 3 ആണ്, ബ്യൂട്ടി ഓഫ് നമ്പേഴ്സ്. അപ്പോൾ ഈ ഇതിൽ നമുക്ക് നമ്പറിൻ്റെ പ്രത്യേകത, വാട്ട് ആർ ദ നമ്പേഴ്സ് യു ക്യാൻ മേക്ക് ബൈ യൂസിങ് ദീസ് ഡിജിറ്റ് ഓൺലി വൺസ്. അപ്പോൾ ഒരു തവണ മാത്രം എടുത്ത് നമുക്ക് ഏതൊക്കെ സംഖ്യകൾ ഉണ്ടാക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഏതൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? 123, 123, 132. അത് യൂസ് ചെയ്ത് നമുക്ക് അതേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഓക്കെ. പിന്നെ 321, 312, 213, 231. ഈ സംഖ്യകളൊക്കെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അത് ഉപയോഗിച്ചുണ്ടാക്കുന്ന സംഖ്യകൾ 1, 3, 2 എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന നമുക്ക് ഒരു തവണ ഒരു സംഖ്യ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പം നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇതിലത് ലാർജസ്റ്റ് നമ്പർ ആയിക്കോട്ടെ, ഏറ്റവും വലിയ നമ്പർ ഏതാണ്? ഈ സംഖ്യകൾ ഉപയോഗിച്ചുണ്ടാക്കുന്നത് 321 ആണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നമ്പേഴ്സ്. അതുപോലെ തന്നെ ഏറ്റവും സ്മോളസ്റ്റ് ഏതാണ്? 123 ആണ് സ്മോളസ്റ്റ് നമ്പറും. അതുപോലെ തന്നെ എൻ്റെ മൈ ഗസ് എത്രയാണ്? ഞാനത് ഏകദേശം ഇത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം എത്ര വരും? അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഗസ്സിന് ഞാൻ 400ഉം 450 ഞാനിവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ കുട്ടികൾക്ക് അത് ചില സമയത്ത് അവർക്ക് വേണമെങ്കിൽ അതിന് കൂടാൻ നമ്മൾ ഇത് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അവരുടേതായ ഗസ്സിങ്ങിൽ ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കാം, കുഴപ്പമില്ല. പക്ഷെ അത് അവരോട് നമ്പർ കൂട്ടാൻ പറയണം. 2 നമ്പറും കൂട്ടാൻ വേണ്ടി ആഡ് ചെയ്യാൻ വേണ്ടി പറയാം. അപ്പോൾ ആഡ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നതെന്നാണ് നോക്കേണ്ടത്. ഓക്കെ. ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് നമ്പർ ഗോട്ട് ബൈ ആഡിങ് 444 ആണ്. അപ്പോൾ ഈ ആൻസർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ. നെക്സ്റ്റ് നമ്മളോടൊരു വേറൊരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഇഫ് വി യൂസ് ദ ഡിജിറ്റ്സ് 2, 3, 4. നമ്മൾ 2, 3, 4 അതെ 2, 3, 4 ഉപയോഗിച്ചിട്ട് ഏറ്റവും വലിയ നമ്പർ ഏതാണ്? ദ ലാർജസ്റ്റ് നമ്പർ 432 ആണ്. ദ സ്മോളസ്റ്റ് നമ്പറോ 234 ആണ്. അങ്ങനെ ടോട്ടൽ ഞാനത് ആഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് എത്രയാണ്? 666 ആണ്. ഓക്കെ. വാട്ട് ഇഫ് യൂസ് ദ ഡിജിറ്റ് 345. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 3ഉം 4ഉം 5 ഉപയോഗിച്ചുണ്ടാക്കുന്ന സംഖ്യകളെ ഡിജിറ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദ ലാർജസ്റ്റ് നമ്പർ എത്രയാണ്? 543 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ദ സ്മോളസ്റ്റ് നമ്പറോ 345 ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദ നമ്പർ ഗോട്ട് ബൈ ആഡിങ് എന്താണ്? ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 888 ആണ് ഇത് രണ്ടും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ. ഓക്കെ. നമ്മളോട് ഒരു സ്പെഷ്യാലിറ്റി ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് ദ സം എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് എന്താണ് ഈ രണ്ട് സംഖ്യകളെ 666ഉം 888ഉം തമ്മിലുള്ള ഒരു സിമിലാരിറ്റി എന്താണ്? ഇതിനൊരു സിമിലാരിറ്റി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ആൻസർ അവിടെ എഴുതിയിട്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ. എന്താണ്? സിമിലർ ഡിജിറ്റ്സ് അല്ലേ? സിമിലർ ഡിജിറ്റ് ആണ്, അതായത് ഒരേ സംഖ്യകളാണ്, ഒരേ അക്കങ്ങളാണ് അല്ലേ? ഒരേ അക്കങ്ങൾ വരുന്ന സംഖ്യകളാണ്. അപ്പം 666 36 വന്നു, 888. അപ്പം ഒരേ സിമിലർ ആയിട്ടുള്ള ഡിജിറ്റുകൾ വരുന്ന സംഖ്യകൾ സമ്മാണ് അതിൻ്റെ ഉത്തരം. അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. ഓക്കെ. റൈറ്റ് ദ നെയിംസ് വിതൗട്ട് ആക്ച്വലി ആഡിങ്. സേ ഹൗ യു ഡിഡ് ദം. ഓക്കെ. 310 + 230 = 540. ഇപ്പം നമുക്കിവിടെ ആൻസർ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് 310 + 230 നമുക്കവിടെ ആൻസർ നമുക്കിവിടെ 540 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വ്യത്യാസം നോക്കുക. അപ്പം നിങ്ങൾക്ക് നമ്മൾ കൂട്ടാതെ തന്നെ നിങ്ങളോട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടാതെ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് ഏകദേശം നമ്മുടെ ഒരു ഐഡിയ നമുക്ക് ഗസ് ചെയ്ത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ തന്നിരിക്കുന്നത് 317 + 213 ആണ്. അപ്പോൾ ഇതിൽ മുകളിലത്തെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമുക്ക് ഫസ്റ്റ് വണ്ണിൽ നേരത്തെ 310 310 ആയിരുന്നു, ഇവിടെ 317 വന്നു, 7 ഇവിടെ കൂടി.
രണ്ടാമത്തെ സംഖ്യയിൽ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു 7 കൂട്ടിയാൽ മതി. 540 എന്നുള്ളതിൻ്റെ കൂട്ടത്തിൽ ഒരു 7 കൂടെ കൂട്ടിയാൽ നമുക്ക് ആൻസർ ആയി. 547 എന്ന് നമുക്ക് ആൻസർ അവിടെ കിട്ടും. അതുപോലെ തന്നെ 315 പ്ലസ് 231 ആണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? ഒരു ഫസ്റ്റ് വണ്ണിൽ 2 കുറഞ്ഞു, അതുപോലെ തന്നെ ഒന്ന് കൂടി. അപ്പോൾ എത്ര വ്യത്യാസം വരിക? ഒരിടത്ത് 2 കുറഞ്ഞു, ഒരിടത്ത് 1 കുറഞ്ഞു. അത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 1 കുറഞ്ഞു. അപ്പോൾ നമുക്ക് 546 ഇവിടെ ആൻസർ ആയിട്ട് വരും. അതുപോലെ തന്നെ 308 ആൻഡ് 3 അവിടെ നോക്കിയാൽ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയേ എത്ര ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഏറ്റവും മുകളിലേക്ക് നമുക്ക് പോവാം അല്ലേ. ഏറ്റവും മുകളിലൂടെ തന്നെ നമുക്ക് ആൻസറിനെ നോക്കാം. അവിടെ 2 കുറഞ്ഞു, ഒരിടത്ത് 2 കൂടി. അപ്പോൾ സെയിം, അതെ സെയിം നമുക്ക് ഫസ്റ്റ് വണ്ണിലെ ആൻസർ തന്നെയാണ് ഇവിടെയും വരുന്നത് അല്ലേ. കാരണം അവിടെ നമുക്ക് നോക്കിയാൽ മതി. കാരണം അതിന് ഡിജിറ്റിൽ 2 അവിടെ കുറഞ്ഞു, 2 അവിടെ കൂടി. അപ്പോൾ സെയിം നമുക്ക് മാറ്റങ്ങളൊന്നും അവിടെ ആൻസറിൽ വരാനില്ല. ഓക്കെ, അടുത്ത സ്റ്റാർ നമ്പർ 4 ആണ്. നമുക്ക് സ്റ്റാർ നമ്പർ 4ലേക്ക് നോക്കാം. വെൽക്കം എവരി വൺ ഗെറ്റ്സ് എ ഗിഫ്റ്റ് പാക്കറ്റ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് പാക്കറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോട്ട്സ് കോയിന് അല്ലെങ്കിൽ 200, 100, 50, 20, 10, 5. അപ്പോൾ ബിബിക്കും നമ്മളുടെ ജെബിക്കും 2 തരത്തിലുള്ള പാക്കറ്റ് കിട്ടി. അപ്പോൾ ബിബിക്ക് കിട്ടിയ പാക്കറ്റിൽ ഞാൻ സംഖ്യകളോടെ കൂട്ടി എഴുതിയിട്ടുണ്ട്. 200-ന്റെ 2 നോട്ടുകൾ കിട്ടി. അപ്പം 200-ന്റെ 2 എത്രണ്ണം കിട്ടി? 2 എണ്ണം. അപ്പോൾ 2 എണ്ണം ഗുണിച്ച് കഴിയുമ്പോൾ 400, 400 വന്നു. 100-ന്റെ നോട്ടുകളൊന്നുമില്ല, അപ്പോൾ 0. 50-ന്റെ 4 എണ്ണം, 4 എണ്ണം. അപ്പോൾ എത്ര വന്നു? 200 ആണ് ആൻസർ വരുന്നത്. 20 എത്രയാണ്? 20-യുടെ 3 എണ്ണം. അപ്പം അതിനെ ഗുണിച്ച് കഴിഞ്ഞാൽ 60 വരും ആൻസർ. 10-ന്റെ 4 നോട്ട്, അപ്പോൾ എത്രയും 40 വന്നു. ടോട്ടൽ ഞാൻ ആഡ് ചെയ്തപ്പം 700 ആണ് ആൻസർ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ജെബിക്ക് എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്? ജെബിക്ക് ഇവിടെ 200 ഒന്നും കിട്ടിയിട്ടില്ല, 100 2 എണ്ണം ഉണ്ട്. അപ്പോൾ 200 അവിടെ ആൻസർ എഴുതി. അതുപോലെ തന്നെ 50 ഒന്നുമില്ല, 20 ഒന്നുമില്ല. 10-ന്റെ നോട്ട്സ് എത്രയാണ്? 5 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 10 × 5 50 ആണ് ആൻസർ വരുന്നത്. 5-ൻ്റെത് 2 കോയിൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 10 ആൻസർ എഴുതി. അപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് 260. അപ്പോൾ ജെബി ഗോട്ട് എത്രയാണ് ടോട്ടൽ ആൻസർ? 260. ആൻഡ് വാട്ട് ബേബി ഗോട്ട്? 700. ഓക്കെ, ഇത്രയും പ്ലേ നോട്ട്സ് ആണ്, ഇത്രയും സമ്മാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ബിബി ഗോട്ട് എത്രയാണ് ഉള്ളത്? ശ്രദ്ധിച്ച് നോക്കിക്കേ. ബിബി ഗോട്ട് 700, ജെബി ഗോട്ട് 260. ടോട്ടൽ 960. അപ്പോൾ എമൗണ്ട് നീഡഡ് ടു ദ മേക്ക് ഇറ്റ് 1000 rupees. 1000 രൂപയാവാൻ എത്ര രൂപ കൂടി ഇനി വേണം? എത്രയാണ് വേണ്ടത്? 40 അല്ലേ. നമുക്ക് 1000 നിന്ന് നമുക്ക് 960 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 40 എന്ന ഉത്തരം നമുക്കവിടെ കിട്ടും. യു ക്യാൻ ഗെറ്റ് അപ് ടു 50 ഫ്രം ദ സ്റ്റാൾ ടു മേക്ക് ദ ടോട്ടൽ 1000. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞത്? ഇതും കൂടെ മേടിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ആര് പറഞ്ഞു? നമ്മളുടെ ഒരു കുട്ടികൾ അവർ പറയുന്നുണ്ട്. യു ക്യാൻ ഗെറ്റ് അപ് ടു 50 ഫ്രം ദ സ്റ്റാൾ ടു മേക്ക് ദ ടോട്ടൽ 1000. നമുക്ക് 50 രൂപ വരെ കിട്ടും. അപ്പം നമുക്ക് ടോട്ടൽ എത്ര മതി? 40 രൂപയുടെ ആവശ്യമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ 2 20-ൻ്റെ നോട്ട്, 20s-ൻ്റെ നോട്ട് നമുക്ക് മേടിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ 1000s ജെബിക്കും ജിബിക്കും നമുക്കവിടെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റാൾ 5 ആണ്. സ്റ്റാൾ 5-ലെ ഒരു ഗെയിമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സംഖ്യകൾ എറിയാം. നമുക്ക് സംഖ്യകളിൽ ഒരു ഡൈസ് എടുത്ത് നമുക്ക് എങ്ങോട്ട് എറിയാം, അത് വീഴുന്ന കോളം എടുക്കുക. അപ്പോൾ ബിബിക്കും ജെബിക്കും ഒരേ നമ്പർ തന്നെയാണ് കിട്ടിയത്. 237 ആൻഡ് 146. അതവിടെ കാണാം. 236 ഉണ്ട്, 237 ഉണ്ട്, അതുപോലെ തന്നെ 146ഉം അവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിബി ചെയ്തതും ജെബി ചെയ്തതും മെത്തേഡുകൾ നമുക്ക് കാണാം അല്ലേ. ബിബി എങ്ങനെയാണ് ചെയ്തത്? ഇതിനെ രണ്ടും കൂട്ടി അവൻ എഴുതി വെച്ചു. അത് കഴിഞ്ഞ് അതിനെ 100s ആക്കി. അതായത് 200ഉം അതിനെ 100s 10s 1s അങ്ങനെ രീതിയിൽ നമ്മുടെ ബേബി എടുത്തിരിക്കുകയാണ്. അപ്പം 100s 200ഉം 100 30 40 7 6 അതിനെല്ലാം കൂടെ ആഡ് ചെയ്തു. അങ്ങനെ ടോട്ടൽ 300 കിട്ടി. 100s 300 കിട്ടി, 10s 70 കിട്ടി, അതിൻ്റെ 1s 30 കിട്ടി. അപ്പം ഈ 10നെ ഇപ്പുറത്തോടെടുത്തു, അതിനെ ഒരുമിച്ച് കൂട്ടി, അങ്ങനെ 83 കിട്ടി. അപ്പോൾ ടോട്ടൽ 383. അങ്ങനെയാണ് ബേബി കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മൾ ജെബി കണ്ടുപിടിച്ച മെത്തേഡിലായിരുന്നു നോക്കിയേ. ജെബി കണ്ടുപിടിച്ചത് 237. അതിനെ രണ്ട് രീതിയിൽ എഴുതി. 230 + 7. അതുപോലെ തന്നെ 146നെ 140 + 6. അപ്പോൾ ആദ്യം നമുക്ക് 1s കൂട്ടി, അത് കഴിഞ്ഞ്
ബാക്കിയുള്ളതിനെ കൂട്ടാൻ എളുപ്പമാണ് അല്ലേ. അപ്പോൾ ജെബി കണ്ടുപിടിച്ച മെത്തേഡ് കണ്ടുപിടിച്ച ആൻസർ ഒരേ ആൻസർ ഉണ്ട്, പക്ഷെ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡിലാണ് അവർ കണ്ടുപിടിച്ചത് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഐഡിയയിൽ നമുക്ക് ആദ്യമൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഐഡിയാസ് പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞ് മെല്ലെ മെല്ലെ നമുക്ക് ഇതിൻ്റെ നമ്മൾ സാധാരണ പൊതുവായിട്ട് രീതിയിൽ നമ്മൾ കൂട്ടുന്ന രീതിയിലേക്ക് നമുക്ക് അത് കൂട്ടാവുന്നതാണ്. ഓക്കെ, അടുത്തത് നമുക്കിവിടെ തൊട്ടടുത്തതിൽ കാണാം ഹൺഡ്രഡ്സ്, ടെൻസ്, വൺസ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണക്കിലെ മാത്സിലെ ഏറ്റവും പഠിക്കേണ്ടത് ഏറ്റവും വൺസ്, ടെൻസ്, 100 ആണ്. ഒറ്റ, 10, 100, 1000 അങ്ങനെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ 1ൻ്റെ സ്ഥാനം, 10ൻ്റെ സ്ഥാനം, 100ൻ്റെ സ്ഥാനം അത് നമുക്ക് മാറാൻ പാടില്ല. വളരെ കൃത്യമായിട്ട് വേണം അത് മാറാൻ എഴുതാൻ. അപ്പോൾ ചിലപ്പോൾ നമുക്കത് എഴുതുമ്പോൾ നമുക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ ആൻസർ മാറാൻ സാധ്യതയുണ്ട്. ഇപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്താണ് 7ഉം 6ഉം എത്രയാണ് 7ഉം 6ഉം 7ഉം 6ഉം 13. 13ന് ശിഷ്ടം 1 നമുക്ക് 10ൻ്റെ അവിടെ എഴുതി. അപ്പോൾ വൺസിൽ 7ഉം 6ഉം 13ന് വൺസ് ആണ് നമ്മളവിടെ 3 എഴുതിയത്. ഒരു 10 എന്ത് ചെയ്തു അപ്പുറത്തോട്ട് പോയി. 10ൻ്റെ കൂട്ടത്തിൽ നമ്മൾ കൂട്ടിയാലേ ആൻസർ ശരിയാവുള്ളൂ. അപ്പം 3 + 4 എത്രയാണ് 7. 7 + 1 8. അപ്പോൾ അവിടെ എഴുതി 8 എഴുതി. അതിന് റിമൈനിങ് ആയിട്ട് അപ്പുറത്തോട്ട് ഇല്ല. അപ്പോൾ നമ്മൾ ഹൺഡ്രഡ്സ് 2 + 3 3 ആണ്. അപ്പോൾ നമുക്ക് 383. ഇത് കുറച്ചും കൂടെ ഇതല്ല നമുക്ക് എളുപ്പമായിട്ട് തോന്നിയത് അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ നേരത്തെ വളരെ എളുപ്പമാണ്. നമുക്ക് ഇങ്ങനെ കൂട്ടി ഹൺഡ്രഡ്സ്, ടെൻസ്, വൺസ് എന്നുള്ള രീതിയിൽ എഴുതി കൂട്ടി നോക്കുമ്പോൾ നമുക്ക് ഇതായിരിക്കും കുറച്ചും കൂടെ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അല്ലേ. എനിക്ക് അങ്ങനെ തോന്നി. ശരി, അപ്പോൾ 7 and 6 added together gives 13. The 10 in 30s ഷിഫ്റ്റഡ് ടു ദ പ്ലേസ് ഓഫ് ടെൻസ്. അപ്പം ഇവിടെ 7ഉം 6ഉം നമ്മൾ ആഡ് ചെയ്തപ്പോൾ ഇതിൽ 13 കിട്ടി. ആ 13ലെ 10 എടുത്ത് നമ്മൾ എന്ത് ചെയ്തു ടെൻസിലേക്ക് മാറ്റി, അത്രയേ ഉള്ളൂ. ഇവിടെ ഈ 10 എടുത്തിട്ട് നമ്മൾ വൺസിൽ നിന്ന് 10 എടുത്തിട്ട് ഇപ്പുറത്തോട്ട് ടെൻസിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അവിടെ ആൻസർ നമുക്ക് എന്നാലേ ശരിയാവത്തുള്ളൂ. അപ്പോൾ നിങ്ങളിവിടെ 13 എന്ന് ഡയറക്റ്റ് എഴുതി വെച്ചിട്ട് സംഭവിക്കും ആൻസർ തെറ്റിപ്പോവും. ഓക്കെ, 237 and 146 added together gives 383. What do we get on adding 36 and 148? ഇവിടെ എങ്ങനെയായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പം ഇവിടെ എന്താണ് വ്യത്യാസം? 37 ഇവിടെ 36 1 കുറഞ്ഞു, ഇവിടെ 2 കൂടി. അപ്പോൾ എന്ത് വ്യത്യാസം വരുമായിരിക്കും? ഏകദേശം ഒരു ഡിഫറൻസേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ 384 ആയിരിക്കും ആൻസർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്ബുക്ക് എടുക്കുക, 236 + 148 നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന അതേ മെത്തേഡിൽ നിന്ന് കൂട്ടി നോക്കുക. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ കിട്ടുന്നതായിരിക്കും. തൊട്ട് താഴെ മിൻഹ ഗോട്ട് 536 and 325. ഓക്കെ, സി ഹൗ ഷീ ഈസ് ഫൗണ്ട് ദ സം. അപ്പോൾ ഇവളുടെ മിൻഹ കണക്ക് കൂട്ടിയ രീതിയുണ്ട്, അത് നമുക്ക് നോക്കാം. എങ്ങനെ ചെയ്തേക്ക് നോക്കിക്കേ. മിൻഹ ഇതുപോലെ തന്നെ 536നെ ഹൺഡ്രഡ്സും ടെൻസും വൺസും ആയിട്ട് മാറ്റി സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്ത മെത്തേഡ് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഹൺഡ്രഡ്സിനെ കൂട്ടാൻ എളുപ്പമാണ്. നമുക്ക് അതിൻ്റെ നമ്പർ ജസ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അത് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെയും ഉത്തരം കിട്ടും. പക്ഷെ നമുക്ക് സമയം കൂടുതൽ ടൈം എടുക്കും ഇല്ലേ. അപ്പോൾ നമുക്ക് കൂടുതൽ ടൈം ഇങ്ങനെ മാറ്റി എഴുതാനൊക്കെ നമുക്ക് എടുക്കും. പക്ഷെ നമുക്ക് തൊട്ട് മുകളിൽ ഇവിടെ കണ്ടതുപോലെ നമുക്ക് അത്ര സ്പീഡിൽ ചെയ്യാൻ കഴിയില്ല. നമ്മൾ കുറേ സ്റ്റെപ്പുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ സമയത്ത് ഇവിടെ നോക്കിക്കേ, ഇങ്ങനെ ചെയ്ത് നോക്കിക്കേ. 536 + 300 എത്ര ചെയ്തു? 836 ആൻസർ വന്നു. പിന്നെന്താ ചെയ്തേക്കുന്നത്? 20 ആണ് ആൻസർ വന്നേക്കുന്നത്. നേരത്തെ എൻ്റെ റിമൈനിങ് ആയിട്ടുള്ളത് അതുകൊണ്ട് കൂട്ടി എത്ര വന്നു? 856 വന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 5ഉം കൂടെ ആഡ് ചെയ്യുന്നു. അങ്ങനെയാണ് 861 ടോട്ടൽ ആൻസർ നമുക്ക് കിട്ടുന്നത്. തൊട്ട് താഴെ നമ്പേഴ്സ് ഐ ഗോട്ട്. അപ്പം എനിക്ക് കിട്ടിയപ്പോൾ നമ്പേഴ്സ് ഏതൊക്കെയാണ് ഞാൻ കണ്ടുപിടിച്ച രണ്ട് രീതികൾ ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുക ഏതാണ് അത് എളുപ്പമാകുന്നതെന്ന് നോക്കുക. അപ്പം ഞാൻ 200ഉം 130 എടുത്തു. ഞാനത് എന്ത് ചെയ്തു, നോർമൽ ഞാൻ ആദ്യം പറഞ്ഞ മുമ്പ് രണ്ടാമത് കണ്ട മെത്തേഡിൽ എഴുതി. അതുപോലെ 400ഉം 205ഉം എങ്ങനെ എഴുതി? 2 ഹൺഡ്രഡ്സ് ആയിട്ട് മാറ്റി. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വൺസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ആഡ് ചെയ്ത് 605 എന്ന നമ്മുടെ രീതിയിൽ ഇവിടെ മാറ്റി ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് എഴുതുക. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദ മൈറ്റി. ഓക്കെ, ഏറ്റവും കൂട്ടത്തിൽ വമ്പൻ ആര്, ഏറ്റവും വലുത് കൂട്ടുകാരനെ കണ്ടുപിടിക്കുക എന്നാണ്. ഏറ്റവും വലുതിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രവർത്തനം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? അപ്പോൾ ഇതിൽ ഫൈൻഡ് ദ മൈറ്റി ഏറ്റവും മുകളിലുള്ള ആളെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? ഇത് കണ്ടുപിടിക്കുന്ന രീതി
ആദ്യം നമുക്ക് 199 ഏറ്റവും താഴെയുള്ള 4 സംഖ്യകളെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ അടുത്തടുത്ത 2 സംഖ്യകൾ കൂട്ടിക്കഴിയുമ്പോൾ തൊട്ട് മുകളിലുള്ള സംഖ്യ കിട്ടും. അപ്പോൾ 199 കൂട്ടത്തിൽ 146 കൂട്ടി നോക്കുക. അപ്പോൾ എന്ത് കിട്ടും? 345 കിട്ടും. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. 99 കൂട്ടി ഹൗ ഡിഡ് വി ഗെറ്റ് 164 എന്ന് ചോദിച്ചിട്ടുണ്ട്. 164 അങ്ങനെ കിട്ടിയത്. അപ്പോൾ 99ൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്തു? 65 കൂട്ടിയിട്ട് എന്ത് വന്ന ആൻസർ? 164 അങ്ങനെയാണ് ആൻസർ കിട്ടിയത്. അപ്പോൾ ഇതിൽ ഓരോ രീതിയിൽ, അതായത് നമുക്ക് തൊട്ട് മുകളിലുള്ള സംഖ്യ കിട്ടണമെങ്കിൽ താഴെയുള്ള സംഖ്യകൾ കൂട്ടിയിട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ തൊട്ട് മുകളിൽ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് 345ഉം 245ഉം കിട്ടി. അത് രണ്ടും കൂട്ടിയിട്ടാണ് 590 എന്ന ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ആക്ടിവിറ്റി ഫൈൻഡ് ദ മൈറ്റി എന്നുള്ളൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇതിലെ ഈ ആൻസർ നമുക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇതിൽ ഏറ്റവും വലിയ സംഖ്യയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഏറ്റവും ടോപ്പിലുള്ള സംഖ്യ. അതെങ്ങനെ നമുക്ക് കിട്ടുന്നത്? ഇവിടെ നമ്മളോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഹൗ ഡിഡ് വി ഗെറ്റ് 164? 164 എങ്ങനെയാണ് കിട്ടിയത്? ഞാൻ അതിൻ്റെ സൊല്യൂഷനായിട്ട് താഴെ ഞാൻ ആൻസർ കൊടുത്തിട്ടുണ്ട്. 99 പ്ലസ് എന്താണ് 65. അപ്പം ഈ 99ഉം 65ഉം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 164 എന്നുള്ള ഉത്തരം കിട്ടുന്നത്. ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്തിട്ടാണ് തൊട്ട് മുകളിലത്തത്. രണ്ടെണ്ണം ചേർത്ത് സംഖ്യ ആഡ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ട് മുകളിലത്തെ കിട്ടും. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ഇവിടെ 146ഉം അതുപോലെ തന്നെ 99 ആഡ് ചെയ്യുമ്പോഴാണ് 245 കിട്ടുന്നത്. അപ്പോൾ തൊട്ടുപോലെ തന്നെ 199ഉം 146ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 345 കിട്ടും. ഇങ്ങനെ നമ്മുടെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പം ഇപ്പോൾ ഇവിടെയുള്ള 409 കിട്ടുന്നതിനാണ് 245നോട് 164 164 കൂട്ടി അങ്ങനെ ആൻസർ നമുക്ക് ഇത് കിട്ടി. ഏറ്റവും ടോപ്പിൽ ഇതുപോലെ തന്നെ ഏറ്റവും 999 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 590 പ്ലസ് 409 ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ടോപ്പിലെ ആൻസർ കിട്ടുന്നത്. ഇതൊരു പിരമിഡാണ് അല്ലേ? സംഖ്യകൾ പരസ്പരം ആഡ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമ്മളോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഇഫ് 1 ഈസ് ആഡഡ് ടു 199 വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ ദ മൈറ്റി 1? സേ ഇറ്റ് വിതൗട്ട് എനി ലെന്തി കമ്പ്യൂട്ടേഷൻ. അതായത് നമ്മളിപ്പം കൂടുതൽ ആലോചിക്കാതെ അല്ലെങ്കിൽ നമ്മൾ കണക്ക് കൂട്ടാതെ നമുക്കോട് പറയുകയാണ്, അതൊന്നും ചെയ്യാതെ നമുക്കത് പറഞ്ഞു നോക്കൂ എന്നാണ് നിങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ സപ്പോസ് ഇവിടെ 200 ആണെങ്കിൽ ഇവിടെ എന്താ ആൻസറിൻ്റെ വ്യത്യാസം വരിക? ഇവിടെ 200 ആണെങ്കിൽ ഇവിടെ ആൻസർ 345 വരെ 46 വരും. അപ്പോൾ 1 ആഡ് ചെയ്തു അല്ലേ? 1 ആഡ് ചെയ്തു. അടുത്തത് ഇതും കൂടെ കൂടുമ്പം ഇവിടെ എന്താ ആൻസർ വരും? 245നോട് കൂടി ആഡ് ചെയ്യുമ്പം ഇവിടെ 591 ആൻസർ വരും. അപ്പോൾ അത് രണ്ടും ആ 591ഉം 409നോട് കൂടിയാൽ അവിടെ 1000 ആയിരിക്കും വരിക. ഒന്നും ഇവിടെ കൂടി. അപ്പോൾ അതിൻ്റെ ചേഞ്ചസ് എവിടെ ഉണ്ടാവും? ഫ്രണ്ടിലുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, സെക്കൻഡ് ചോദ്യം എന്താണ്? ഇഫ് വി ആഡഡ് ടു 146, നമ്മൾ 146ലാണ് ഈ 1 ആഡ് ചെയ്യുന്നതെങ്കിൽ വാട്ട് വിൽ ബി ദ മൈറ്റി 1 ദെൻ? സേ ഇറ്റ് വിത്തൗട്ട് എനി ലെന്തി കമ്പ്യൂട്ടേഷൻ. നമ്മൾ കൂടുതൽ കണക്കൂട്ടില്ലാതെ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മളിവിടെ 146നാണെങ്കിൽ ഈ 199ഉം 146ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 199 ഒരു നമ്പറുമായി ബന്ധപ്പെട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ, 146ഉമായിട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. പക്ഷെ 146ന് എന്താ പ്രത്യേകത? ഇത് 199ഉമായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ 99ഉമായിട്ടും ആഡ് ചെയ്ത് ഉത്തരങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ചേഞ്ചസ് ഉണ്ടാവും. ഇവിടെ വരുമ്പോൾ ഇതേ വർധനവ് രണ്ടെണ്ണത്തിന് വർധനവ് ഇവിടെ വരും ഇല്ലേ? ഇവിടെ 346 ആവും, ഇവിടെ 246ഉം ആവും. അപ്പോൾ ഇവിടെ രണ്ടിടത്ത് ചേഞ്ചസ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ എന്ത് വ്യത്യാസം ഉണ്ടാവും? ഈ രണ്ട് സംഖ്യ ഇവിടെ കൂടി, അപ്പോൾ എന്തുണ്ടാവും? ഇവിടെ 2 കൂടി കഴിയുമ്പോൾ ഇവിടെ 592 എന്ന സംഖ്യ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ 410 എന്നുള്ളിടത്ത് 49 എന്നുള്ളിടത്ത് 410 ആയിട്ട് മാറുകയും ചെയ്യും അല്ലേ? അതായത് 246 ആവും. അതും 164നോട് ആഡ് ചെയ്യുമ്പം അവിടെ ഒന്ന് സൈഡിൽ, ഇപ്പുറത്തെ സൈഡിലും ഒന്ന് ആഡ് ആവും. അപ്പോൾ ടോട്ടൽ എത്ര കൂടി? ഇവിടെ ഏറ്റവും 9 ഈ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ 592, ഇവിടെ 2 വന്നു, ഇവിടെ 1 ആഡ് ആയി. അപ്പോൾ 3 ആയിരിക്കും മൊത്തത്തിൽ കൂടുന്നത്. ഇപ്പോൾ ടോപ്പിൽ എത്ര വരും? 1002, 1002 ആയിരിക്കും ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ചേഞ്ചസ് ഉണ്ടായി അല്ലേ? അപ്പോൾ നമുക്ക് ഒരു താഴെ ഉണ്ടാകുന്ന ചെറിയ ചേഞ്ചസ് അത് മുകളിലോട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെതായ രീതിയിൽ ചേഞ്ചസ് ഉണ്ടാവും. സപ്പോസ് വി ആഡ് 2 ടു ദ 199, 199ൽ 2 ആണ് ആഡ് ചെയ്യുന്നെങ്കിലോ?
ഓഫ് കോഴ്സ്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ 2 ആഡ് ആവും അല്ലേ? അങ്ങനെ തന്നെയല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്. അതായത് 1001, അതായത് 1001 അങ്ങനെയല്ലേ വരിക. അതിന് 2 ആഡ് ചെയ്ത് കഴിഞ്ഞാലും അത് തന്നെ ആയിരിക്കും വരിക. ഓക്കെ. അപ്പോൾ താഴെ നിങ്ങളോട് വേറൊരു ചോദ്യം ചോദിച്ചു. If each of 4 numbers at the bottom is increased by 1, how much would the might 1 increase? എത്രയായിരിക്കും കൂടുക? അപ്പോൾ നിങ്ങൾക്ക് ഞാനിതൊരു ഹോംവർക്ക് ആയിട്ട് വർക്ക് തരാം. അപ്പോൾ 99ൻ്റെ കൂടെ പകരം എന്തായി? 200 ആയി. 146ന് പകരം എന്തായി? 147 ആയി. 99ന് പകരം എന്തായി? 100 ആയി. 65ന് പകരം 66 ആയി. അപ്പോൾ അത്രയും ചേഞ്ചസ് നിങ്ങൾ ഇവിടെ വരുത്തി നിങ്ങൾ എന്ത് ചെയ്യുക? മോളോട്ട് ആഡ് ചെയ്ത് നോക്കുക. പക്ഷേ ടോപ്പിൽ എത്ര ആൻസർ കിട്ടുമെന്ന് വേറൊരു പുതിയൊരു പീരിയോഡിക് ടേബിൾ പോലെ വരച്ചിട്ട് നിങ്ങളത് ആഡ് ചെയ്ത് ഒരു പുതിയ വർക്കായിട്ട് നിങ്ങളത് ചെയ്യുക. ഓക്കെ. അപ്പോൾ അടുത്ത ആക്ടിവിറ്റി സ്റ്റാൾ 6ലാണ് ആക്ടിവിറ്റി വരുന്നത്. വണ്ടർലാൻഡ് ഓഫ് നമ്പേഴ്സ്, സംഖ്യകളുടെ മാന്ത്രിക ലോകം അല്ലെങ്കിൽ മാന്ത്രിക സംഖ്യകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ആഡ് ദ നമ്പേഴ്സ് ഇൻ ദ ഫസ്റ്റ് റോ. നമ്മൾ ഫസ്റ്റ് റോയിലുള്ള സംഖ്യകൾ കൂട്ടി നോക്കുക. 8 + 1 + 6 എത്രയാണ്? 15 എന്ന ആൻസർ കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ 15 എന്ന ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? ഒരു റോയിൽ ഉണ്ടാകുന്ന സംഖ്യകൾ 15 എന്നുള്ളതായിരിക്കും നേരെ. അപ്പോൾ താഴോട്ടോ 6, 7, 2 ആഡ് ചെയ്ത് നോക്കിയേ. 7 + 2 9, 9 + 6 എത്രയാണ്? ഓഫ് കോഴ്സ് 15 ആണ്. അപ്പോൾ നമുക്ക് ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ, അതായത് ഒരു റോയിൽ നേരെയും താഴോട്ടും കോണോട് കോണും, അതായത് അതിൻ്റെ സൈഡ് വൈസ് ഒക്കെ ആണെങ്കിലും കൂട്ടിക്കഴിഞ്ഞാൽ അതിന് 15 എന്നുള്ള സംഖ്യയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സംഖ്യകൾ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും? 8 + 3 എത്രയാണ്? 11. 11നോട് എത്ര കൂട്ടിയാലായിരിക്കും 15 കിട്ടുക? 4. അങ്ങനെ 4 നമ്മളോട് എഴുതി. അതുപോലെ തന്നെ 4ഉം 6ഉം 10. അത് കഴിഞ്ഞ് നടുക്ക് എത്ര വരും? കോണോട് കൂടി കൂട്ടിയാൽ നമുക്കത് 15 കിട്ടണം അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്ര വരും? ഇവിടെ ആൻസർ 5 ആയിരിക്കും വരിക. അപ്പോൾ നേരെ തിരിച്ചു കൂട്ടിയാൽ നിങ്ങൾക്ക് എക്സ് ആകൃതിയിൽ അടുത്ത സെക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും 8 + 2 10, 10 + 5 15. ഓക്കെ. നമുക്ക് അങ്ങനെ ആൻസർ നമുക്കത് കണ്ടുപിടിക്കാവുന്നതാണ്. അതൊരു മാജിക് സ്ക്വയർ ആണ് അല്ലേ? The sum of along each row, column and diagonal are all the same ആണ്. എല്ലാം ഒരേപോലെ വരുന്ന സംഖ്യകളാണ്. ഓക്കെ. നമുക്ക് അടുത്തൊരു മാജിക് നമ്പറാണ് കാണിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് ദ മാജിക് സ്ക്വയർ യൂസിങ് നമ്പേഴ്സ് ഫ്രം 23 to 31. അപ്പോൾ 23 മുതൽ 31 വരെയുള്ള സംഖ്യകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് കോളം തീർക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ 2 സംഖ്യകൾ, ഇപ്പം ഞാനിവിടെ ഇങ്ങനെ ഈ ടോട്ടൽ ഈ ഒരു റോയുടെ ടോട്ടൽ നമ്പർ കണ്ടുപിടിച്ചത് എത്രയാണ്? 26 + 31 എത്രയാണ്? 57. 57 + 24 എത്രയാണ്? 81. അവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 81 ആണ് ഒരു റോയിൽ ആൻസർ. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ 81 കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ കണക്ക് കിട്ടും. 26 + 25 എത്രയാണ്? 51. 51നോട് എത്ര കൂടിയാലായിരിക്കും 81 കിട്ടുക? 30. അപ്പോൾ നമ്മൾ ഈ ഒരു റോ കണ്ടുപിടിച്ചു. അതിന് ഏത് സെക്ടറിലാണെങ്കിലും, അതായത് നമുക്കൊരു മാജിക് സ്ക്വയറിൻ്റെ എന്തൊക്കെയാണ് പ്രത്യേകത പറയുന്നത്? sums along each row, അതായത് ഒരു റോയും കോളം ആൻഡ് ഡയഗണൽ, അതായത് ഒരു കോളം ഒരു നിരയും ഒരു സെക്ഷനും വരുന്നതും അതിൻ്റെ കോണോട് കോൺ തിരിഞ്ഞു വരുന്നതെല്ലാം ഒരേപോലെ വരുന്ന സംഖ്യകളെയാണ് അതിൻ്റെ തുക കൂട്ടിക്കഴിഞ്ഞാൽ ഒരേ തുക കിട്ടുന്നതിനെയാണ് നമ്മൾ മാജിക് നമ്പേഴ്സ് എന്ന് പറയുക. നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത്. വാട്ടർ സപ്ലൈ. See the amount of drinking water supplied during the 4 days of Math Fest. അപ്പോൾ ഇവിടെ 4 ദിവസം കൊടുത്തിരിക്കുന്ന വെള്ളം ഗണിത ഉത്സവത്തിനുമായി ബന്ധപ്പെട്ട് Day 1, Day 2, Day 3, Day 4 ഓരോ ദിവസം ചിലവായ വെള്ളമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. Day 1 437 ലിറ്റേഴ്സ്, Day 2 524, Day 3 581, Day 4 448. The total amount of water supplied during the first 2 days എത്രയാണ്? ഈ ഫസ്റ്റ് 437 + 524 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 961 ആൻസർ കിട്ടും. ഓക്കെ. അതുപോലെ തന്നെ the total amount of water supplied during the last 2 days is 1000. അപ്പം അവസാന 2 ദിവസത്തിനാണ്. അത് നിങ്ങൾക്കത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് അത് ആഡ് ചെയ്യാം. അതായത് 581 + 448 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1029 എന്ന ആൻസർ ആയിരിക്കും കിട്ടുക അല്ലേ? അപ്പോൾ ടോട്ടൽ ഇനി നമുക്ക് ലാസ്റ്റ് ചോദ്യമുണ്ട്. ഹൗ മച്ച് വാട്ടർ വാസ് സപ്ലൈഡ് ഫോർ ഓൾ ദ 4 days? അപ്പോൾ ഈ 4 ദിവസം നമുക്ക് എത്ര വെള്ളം കിട്ടി എന്നാണ് നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും നമ്മുടെ ആൻസർ വരേണ്ടത്?
എന്താണ് ഈ പറയുന്ന മുകളിൽ കാണുന്ന ആൻസർ കൂട്ടി നോക്കിയാൽ നമുക്ക് ഈ ആൻസർ കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന മൊത്തത്തിൽ ഈ 4 ദിവസത്തെ ഓരോ സെപ്പറേറ്റ് ആയിട്ട് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടുന്നതാണ്. 1919 ലിറ്റേഴ്സ് ആണ് ടോട്ടൽ ആൻസർ നമുക്ക് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളോട് ഒരു മെന്റൽ മാത്സ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇഫ് ദ എമൗണ്ട് ഓഫ് വാട്ടർ സപ്ലൈഡ് വെർ 440, 520, 580, 450. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും? അപ്പോൾ ഇവിടെ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കിവിടെ 400 ഒറിജിനൽ ആൻസർ ഉള്ളത് 437 ആണ്. അതിന് പകരം ഇവിടെ 3 കൂടി അല്ലേ? ഇവിടെ 3 കൂടിയത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യുക. 3 കൂടി. തൊട്ട് താഴെ എത്രയാണ് വന്നിരിക്കുന്നത്? 524 ഇവിടെ ഉണ്ട്. പക്ഷെ അതിവിടെ ആൻസറിൽ 20 ആണ്. അപ്പം 4 മൈനസ് ആയി അല്ലേ? 4 കുറഞ്ഞു. അതുപോലെ തന്നെ അടുത്തത് 81 ഇവിടെ എന്ത് വന്നു? 80 ആണ്. 1 കുറഞ്ഞു, 1 മൈനസ് ആയി. അതുപോലെ തന്നെ 450 ആണ്. ഇവിടെ 448 വന്നു. 448 പകരം അവിടെ 450 വന്നു. അപ്പോൾ 2 കൂടി അല്ലേ? അപ്പോൾ നിങ്ങൾ ടോട്ടൽ നോക്കിയാൽ നിങ്ങൾ എത്ര വന്നിട്ടുണ്ടാവും? അതായത് മൊത്തം ടോട്ടലി 5 കുറയുകയും 5 കൂടുകയും ചെയ്തു. അപ്പോൾ ഏകദേശം എന്തായിരിക്കും? സെയിം ആണ് ആൻസർ അല്ലേ? അപ്പം നിങ്ങളുടെ ഒരു കണക്കിൽ നിങ്ങളുടെ ജസ്റ്റ് നമുക്ക് നോക്കിയിട്ട് നിങ്ങൾ എത്ര കുറഞ്ഞു എന്ന് നോട്ട് എഴുതി വെക്കുക. അതുപോലെ തന്നെ എത്ര കൂടിയെന്ന് നോക്കി എഴുതി വെക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് സെയിം ആൻസർ തന്നെയായിരിക്കും ഇത് കൂട്ടിയാലും. ഈ പറയുന്നതിൽ ആൻസർ കൂട്ടിയാലും നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന 1990 തന്നെയായിരിക്കും ഇവിടെ ആൻസർ നമുക്ക് കിട്ടുക. നെക്സ്റ്റ് ചോദ്യം, 281 കിഡ്സ് ഫ്രം school and Kadirani school and 348 from the Arani school. അപ്പോൾ ഈ പറയുന്ന സ്കൂളിൽ നിന്ന് കുട്ടികൾ മാത്സ് ഫെസ്റ്റ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര കുട്ടികളുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? 281 പ്ലസ് 348 എത്രയാണ് ആൻസർ വരിക? 629 ആണ്. നമുക്കത് വാല്യൂ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 1 + 8 = 9. 8 + 4 എത്രയാണ്? 8 + 4 = 12 and remainder 1 നമ്മൾ മുകളിൽ എഴുതി. 2 + 3 5 + 1 = 6. 629 ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാർ നമ്പർ 7 ആണ്. യു ക്യാൻ റൈറ്റ് യുവർ ഓൺ പാറ്റേൺ ഓൺ ദ വാൾസ് ഓഫ് എക്സിബിഷൻ ഹാൾ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ എക്സിബിഷൻ ഹാളിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ പാറ്റേൺ നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് 1 ഇവിടെ കൊടുത്തിരിക്കുന്ന 111 111 + 111 അതായത് 111 + 1 111 = 222 വന്നു. അപ്പോൾ അതിന് സിമിലാരിറ്റി ഉണ്ട് അല്ലേ? എല്ലാം ഒരേ സംഖ്യകൾ നമുക്ക് കാണാം, ഒരേ സ്ഥലത്ത് തന്നെ ഒരേ ഡിജിറ്റ് തന്നെ കാണാം. അടുത്ത 222 + 222 എത്രയാണ്? 444 ആണ് ആൻസർ വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ആൻസറുകളിലൊക്കെ നമുക്കൊരു ചെറിയൊരു സിമിലാരിറ്റി തോന്നും. അതുപോലെ നമുക്ക് ഞാൻ താഴോട്ടത് ആൻസേഴ്സ് അതിൻ്റെ താഴോട്ട് എഴുതിയിട്ടുണ്ട്. 333 + 333 എത്രയാണ്? 666. 444 + 444 എത്രയാണ്? 888. അതുപോലെ 555 + 555 എത്രയാണ് ആൻസർ? 110. ഓക്കെ, അപ്പോൾ അതാണ് ആൻസർ വരിക. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ 999 വരെ എഴുതിയിട്ടുണ്ട്. 999 + 999 എത്ര ആൻസർ? അപ്പോൾ അതിനും 1000 നിന്ന് ഓരോ വീതം ഒന്ന് കുറവാണ്. അപ്പം 1998 ആയിരിക്കും അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, അതും അവിടെ ആൻസർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടുത്ത സെക്ഷൻ, രണ്ടാമത്തെ സെക്ഷനിൽ നമുക്കതിനെ ഈ 100 വൺസ് 10s വൺസ് എന്നുള്ള രീതിയിൽ മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 111 എങ്ങനെ മാറ്റി എഴുതാം? 100 + 10 + 1 അതായത് ഒരു 100ഉം ഒരു 10ഉം ഒരു 1s ആണുള്ളത്. അപ്പോൾ അങ്ങനെ ആ രീതിയിലോട്ട് നമുക്ക് മാറ്റി എഴുതാം. 222-നോ 200, 210, 2 1s. ഓക്കെ, അങ്ങനെ നമുക്ക് ആ രീതിയിലേക്ക് താഴെ വരെയുള്ളത് മാറ്റി എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നോക്കാം. അപ്പം ഞാനൊരു വേറൊരു പാറ്റേൺ ഞാൻ കണ്ടുപിടിച്ച് എഴുതിയിട്ടുണ്ട്. 123 + 123 എത്രയാണ്? 246. അതിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ 100, 210, 210, 3 1s. ഓക്കെ, അങ്ങനെ ടോട്ടൽ വരുവാണെങ്കിൽ 123 ആണ് ആൻസർ വന്നിട്ടുണ്ട്. അതുപോലെ 234 + 234 = എത്രയാണ്? 468 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ആൻസർ എത്രയാണ് വരുന്നത്? 200 + 200 വന്നു. അതിൻ്റെ കൂടെ എന്ത് ചെയ്തു? അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് എത്രയാണ്? 30 ആഡ് ചെയ്തു. അതുപോലെ 4 ആഡ് ചെയ്ത് അങ്ങനെ നമ്മൾ 200 3 10s 200 3 10s and 4 1s അങ്ങനെ നമുക്ക് 234 എന്ന ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ,
അങ്ങനെ നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഗോ ഗ്രീൻ എന്നുള്ളതാണ് അടുത്ത ആക്ടിവിറ്റി. എല്ലാവരും ആക്ടിവിറ്റി എടുക്കുക. All the visitors to the Max First are given saplings of fruit trees. അപ്പോൾ എല്ലാ വരുന്ന വിസിറ്റേഴ്സിനും നമ്മളവിടെ ഒരു ചെറിയ ഒരു തൈ കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു ഫ്രൂട്ടിൻ്റെ തൈ നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ പ്ലാന്റ്സ് ഗിവൺ എന്നുള്ളതെടുത്ത് കൊടുത്തിരിക്കുന്ന ഗൂസ്ബെറി ഉണ്ട്, മാംഗോ ഉണ്ട്, ജാക്ക് ഫ്രൂട്ട് ഉണ്ട്, ഗൂവ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഡേയിൽ ഡേ 1-ലും ഡേ 2-ലും ആയിട്ട് ഇങ്ങനെ നമ്മൾ 2 രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ടോട്ടൽ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാവുന്നതാണ്. ഫസ്റ്റ് ഡേ ഗൂസ്ബെറിയിൽ 238 + 241 എത്രയാണ് ആൻസർ? 479 ആണ്. അതുപോലെ തന്നെ ഓരോ രീതിയിൽ ആൻസർ ടോട്ടൽ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ചോദ്യം എന്താണ്? വിച്ച് പ്ലാന്റ് വാസ് ഗിവൺ ദ മോസ്റ്റ്? ഏതാണ്, ഏത് പ്ലാന്റ് ആണ് ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത്? അപ്പോൾ ഈ ഞാൻ ആൻസർ ഏതാണ്? ഗൂസ്ബെറി ആണ്. അപ്പോൾ ഗൂസ്ബെറി ആൻസർ നമ്മൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഫസ്റ്റ് ഡേ 1-ഉം ഡേ 2-ഉം നമ്മൾ എന്ത് ചെയ്യണം? അത് കൂട്ടിയിട്ട് ടോട്ടൽ ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ ടോട്ടൽ ചെയ്തതിനകത്ത് നോക്കിയിട്ട് ഏതാണ് ഏറ്റവും കൂടുതൽ എന്നുള്ള സംഖ്യ നോക്കുക. ആ ആൻസറാണ് നമുക്കിവിടെ എഴുതേണ്ടത്. ഹൗ മെനി മാംഗോ സാപ്ലിങ്സ് വെർ ഗിവൺ? എത്ര മാവിൻ്റെ തൈകളാണ് കൊടുത്തിരിക്കുന്നത്? എത്രയാണ്? 290 ആണ് ആൻസർ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളോട് ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2 ചോദ്യങ്ങളോട് ചെയ്തിട്ടുണ്ട്. വിച്ച് വാസ് ദ സെക്കൻഡ് മോസ്റ്റ് പ്ലാന്റ് ഗിവൺ? ഏതാണ്? ഗുവ. 421 ആണ്. ഹൗ മെനി ജാക്ക് ഫ്രൂട്ട് സാപ്ലിങ്സ് വെർ ഗിവൺ? എത്ര പ്ലാവിൻ്റെ എത്ര തൈകൾ കൊടുത്തിട്ടുണ്ട്? 402 സാപ്ലിങ്സ് വി ആർ ഗിവൺ. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇത് നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് നമുക്കിതിൽ ഏറ്റവും കൂടുതൽ ഈ പാഠവുമായി ബന്ധപ്പെട്ട് നമുക്ക് അഡീഷൻ തന്നെയാണ്, ആഡ് ചെയ്യാണ് നമുക്ക് കൂടുതലുള്ളത്. ഓക്കെ, നമ്മൾ കൂട്ടുന്നത് നമ്മുടേതായ രീതിയിൽ നമുക്ക് റിമൈൻഡർ ഒന്ന് ഓർക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വൺസ്, ടെൻസ്, 100. ഇതിൽ വൺസും നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ 8 + 1 ആണെങ്കിൽ 9. ഓക്കെ, അത് വൺസിൽ തന്നെയാണ് വരിക. അപ്പോൾ 10 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുള്ളൂ? അത് ടെൻസിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ആവശ്യമുള്ളൂ. ഇപ്പോൾ ഒരു കണക്കിൽ 8 + 1 ആണെങ്കിൽ നമുക്ക് 9 എന്ന് എഴുതാം. പക്ഷെ 8 + 2 ആണെങ്കിലോ അത് 10 ആയി. ആ 10-ന് അപ്പോൾ 0 എന്നുള്ളത് അവിടെ എഴുതി 1 ഇപ്പുറത്തോട്ട് നമ്മൾ ടെൻസിലേക്ക് നമ്മൾ മാറ്റേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്ത് അത് കൃത്യമായിട്ടത് നമ്മൾ ചെയ്യേണ്ടതാണ്. ഈ ഇവാലുവേഷൻ ആക്ടിവിറ്റീസ് ആണ്. നമുക്ക് നോക്കാം. See the number of Manjari seeds in the kids in BB school collected for the Math Fest. മഞ്ചാടി. ഓക്കെ, നമ്മുടെ മഞ്ചാടി കുരുക്കൾ എത്ര എണ്ണം ബിബിയുടെ സ്കൂൾക്കാരെ ശേഖരിച്ച് നോക്കുകയാണ്. ഇപ്പോൾ ക്ലാസ് 1 എന്താണ്? ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ് 1 നിങ്ങൾ ആഡ് ചെയ്യുക, എയും ബിയും ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര എണ്ണം കിട്ടി നോക്കുക. അപ്പോൾ 600 ആണ് ടോട്ടൽ കിട്ടിയിരിക്കുന്നത്. അതുപോലെ ക്ലാസ് 2 എത്രയാണെന്ന് നോക്കുക? 525 ആണ്. ക്ലാസ് 3 എത്രയാണെന്ന് നോക്കുക? 590 ആണ്. ക്ലാസ് 4 595 ആണ്. ഓക്കെ, നമ്മൾ ഇത്രയും നമ്മൾ ക്ലാസ്സുകളുടെ എണ്ണമൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. വിച്ച് ക്ലാസ് കളക്റ്റഡ് ദ മോസ്റ്റ് നമ്പർ? ഏത് ക്ലാസ്സാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തതെന്ന് നോക്കുക. ഏതാണ് കളക്ട് ചെയ്തിരിക്കുന്നത്? ക്ലാസ് 1 ആണ് അല്ലേ? ക്ലാസ് 1 600 ആണ് കളക്ട് ചെയ്തിരിക്കുന്നത്. റൈറ്റ് ദ നമ്പേഴ്സ് ഓഫ് സീഡ്സ് ഇൻ അസെൻഡിങ് ഓർഡർ. അപ്പോൾ അസെൻഡിങ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുന്ന ഓർഡറിലുള്ള നമ്പേഴ്സാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ ഏറ്റവും ചെറുത് ഏതാണ്? 525. നെക്സ്റ്റ് 590, 595, ലാസ്റ്റ് 600. ഇപ്പോൾ ഡിസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക്, അസെൻഡിങ് ഓർഡർ ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അതാണ് അതിൻ്റെ ഡിഫറൻസസ്. അപ്പോൾ നമ്മൾ ചെറുത് ഏറ്റവും ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എല്ലാവരും നോക്കിയേ. ഓപ്ഷൻ ഡി ഏതാണ്? വിച്ച് ക്ലാസ് മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 1120? ഏതൊക്കെയാണ്? ക്ലാസ് 2 ആൻഡ് ക്ലാസ് 4 ആണ് ആൻസർ വരുന്നത് അല്ലേ? നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. 525 + 595 ആഡ് ചെയ്യുമ്പോൾ 1120 എന്നുള്ള ആൻസറാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഓക്കെ, ഇ എന്ന ഓപ്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. The number of seeds collected together by class 2 classes and 5 more makes 1200. Which are the 2 classes? Take the right answer. അപ്പോൾ നിങ്ങളോട് 2 ആൻസർ കറക്റ്റായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് ക്ലാസ്സിൽ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ഏതൊക്കെ ക്ലാസ് തമ്മിൽ കൂട്ടിയിട്ട് അതിനോട് 5 കൂട്ടി കഴിഞ്ഞാലാണ് 1200 കിട്ടുക. ഏതൊക്കെ ക്ലാസ് കൂട്ടിയല്ല ഈ ആൻസർ കിട്ടുന്ന ഏതായിരിക്കും? അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ എടുക്കുക. ക്ലാസ് 1 എടുക്കുക. ക്ലാസ് 1 എത്രയാണ്? 600 പ്ലസ് എത്രയാണ്?
595 എത്രയായിരിക്കും? 1195 ആയിരിക്കും ആൻസർ. അതിൻ്റെ കൂടെ നമുക്ക് 5 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1200 നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. അതിൻ്റെ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്. ക്ലാസ് 1 ആൻഡ് ക്ലാസ് 4 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ഹൗ മെനി മോർ ഡസ് ഈച്ച് ക്ലാസ് നീഡ് ടു മേക്ക് 1000. അപ്പോൾ ഇതിൽ 1000 കിട്ടാൻ എത്ര കൂടി വേണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓരോ ക്ലാസ്സിൻ്റെയും കളക്ട് ചെയ്ത് എഴുതി 600, 525, 590, 595. അപ്പോൾ എത്ര നമ്പറും കൂടി ആവശ്യമുണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൃത്യമായ കണക്ക് ഒന്ന്, ഫസ്റ്റ് ക്ലാസ്സിന് എത്ര ആവശ്യമുണ്ട്? 400, സെക്കൻഡ് ക്ലാസ്സിന് 475, തേർഡ് ക്ലാസ്സിന് 410 ആൻഡ് ഫോർത്ത് ക്ലാസ്സിന് 405. അതാണ് ആൻസർ ആവശ്യമുള്ളത്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത പാറ്റേണുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ക്യാൻ യു കണ്ടിന്യൂ ദ പാറ്റേൺ? നമുക്ക് പാറ്റേണുകളെ കുറിച്ച് അറിയാം അല്ലേ. ഒരു നിശ്ചിതമായ രീതിയിലുള്ള നമ്പേഴ്സിൻ്റെ ഘടന വെച്ച് മുന്നോട്ട് പോകുന്നതാണ് പാറ്റേൺസ്. അപ്പോൾ ഇതിൽ ഈ പാറ്റേൺസിൽ നമുക്കിവിടെ ഫസ്റ്റ് എ നോക്കാം. എന്താണ്? 140, 260, 380. അതിൻ്റെ ഡിഫറൻസസ് എന്തൊക്കെയാണ്? ഓരോ പാറ്റേൺസിന് 120 വീതം ആഡ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? 380ൻ്റെ അടുത്തതായിട്ട് 500, 620, 740. അതുപോലെ തന്നെ ഞാൻ വേറെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. 120, 240, 360. ഓക്കെ, അടുത്ത ബി എന്താണ്? 25, 225, 425 എന്നാണ് എൻ്റെ അടുത്ത നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത്. അത് 200 വീതം ആഡ് ചെയ്ത് പോകുന്ന ഓപ്ഷൻസ് ആണ്. ഓക്കെ, അതിൻ്റെ അടുത്ത ഓപ്ഷൻസ് വരുന്നത് 200, 625, 825, 1025. ഓക്കെ, ആ രീതിയിൽ നമുക്ക് 200 ആഡ് ചെയ്ത് നമുക്ക് പോകാവുന്നതാണ്. നെക്സ്റ്റ് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഓപ്ഷൻ സി നിങ്ങൾ ചെക്ക് ചെയ്യുക എന്തൊക്കെയായിരിക്കും അതിൻ്റെ വ്യത്യാസങ്ങൾ. അപ്പോൾ അതിന് ഓരോ പാറ്റേണിൽ നമുക്കിങ്ങനെ ഒരു നിശ്ചിത എണ്ണം മാത്രമല്ല, അതിൻ്റെ പാറ്റേണുകളിൽ വ്യത്യാസങ്ങൾ വരും. ഓക്കെ, അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓപ്ഷൻ സിയിൽ 600, പിന്നെ 610, 630. അപ്പോൾ ഇവിടെ ഒരു നിശ്ചിത എണ്ണമല്ല. അപ്പം ആദ്യം 10 ഡിഫറൻസ്, സെക്കൻഡ് 20 വ്യത്യാസം, പിന്നെ 30. അപ്പം ഓരോ നിശ്ചിതമായ രീതിയിൽ 10 വീതം കൂടുന്നതാണ് ഇവിടുത്തെ പാറ്റേൺ. അപ്പോൾ നമുക്ക് വരുമ്പം 40 കൂടി, അതായത് 700 വന്നു, പിന്നെ 50 കൂടി 750 വന്നു, പിന്നെ 60 കൂടി 780 വന്നു, അപ്പം 810 വന്നു. അങ്ങനെ ഓരോ രീതിയിൽ നമുക്ക് ആ നമ്പേഴ്സ് പാറ്റേൺ മാറി പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അടുത്തത് ഓപ്ഷൻ ഡി എന്നാണ്. 200 വന്നു, 310 വന്നു, 430 വന്നു. അതായത് 130 ആണ് അതിൻ്റെ ആഡ് ചെയ്യുന്നത് കൂടി വരുന്നത് അല്ലേ, ആണോ? അതായത് ആദ്യം 110 വന്നു, പിന്നെ 120 വന്നു, പിന്നെ എന്താ വരേണ്ടത്? 110, 120 കൂടി, പിന്നെ 130 കൂടണം അല്ലേ. 130 കൂടുമ്പം 430ൻ്റെ കൂടുതൽ 130 ആഡ് ചെയ്തപ്പോൾ 560 വന്നു, പിന്നെ 140 കൂടണം അല്ലേ. അപ്പോൾ അത്രയും വരും 700. ആ രീതിയിലായി ആ പാറ്റേൺ പോവാം. അപ്പോൾ നമ്മൾ ഓരോ വ്യത്യാസങ്ങളുണ്ടാകും ഓരോ പാറ്റേണിൽ. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഒരു 3 സംഖ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ 3 സംഖ്യയുടെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ ആദ്യം അനലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിലുള്ള പാറ്റേൺ ആയിരിക്കും ഇപ്പം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ചോദ്യം, വിച്ച് ഓഫ് ദീസ് ഇൻക്രീസ് ബൈ ദ 200 ഈച്ച്? അപ്പോൾ ഏതാണ് 200 വീതം 200 വീതം കൂടുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ. ലാസ്റ്റ്, Muthani school store got 847 rupees in the first day. The next day they got a 500 rupees, 100 rupees note, 50 rupees note, and 2 rupees coins. Okay, അപ്പോൾ എത്രയായിരിക്കും കിട്ടുക? ഏതായിരിക്കും നിങ്ങളുടെ കൂടുതൽ എന്നാണ് ചോദിക്കുക. നമുക്ക് ഈ കോയിൻസ് നോട്ട്സുമായി പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഒരു 500 നോട്ട്, ഇപ്പോൾ 500. ഒരു 100 നോട്ട് എത്രയായി? 100. അപ്പോൾ 500 എഴുതി, 100 എഴുതി, പിന്നെ 50 നോട്ട്, അതായത് 50ൻ്റെ 5 നോട്ട്. അപ്പം എത്ര ആൻസർ നമുക്ക് കിട്ടുക? അപ്പോൾ 250 ആൻസർ കിട്ടും. അപ്പോൾ ടോട്ടൽ വരുമ്പം 500 പ്ലസ് 600 പ്ലസ് 250 എത്രയായിരിക്കും? 850 വരും. ഓക്കെ അല്ലേ. 850നോട് എത്ര കൂടെ കൂടണം? 4 കൂടെ കൂടണം. അപ്പോൾ 854 ആയിരിക്കും ആൻസർ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതായിരിക്കും? 847 ആണോ 854 ആണോ? അപ്പോൾ 854 തന്നെയാണ്. അപ്പോൾ ഡേ 2-ലാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അല്ലേ. മൈ കാൽക്കുലേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. 500 എഴുതി, 100 എഴുതി, 254. അപ്പോൾ ഞാൻ ഈ രീതിയിൽ കണ്ടുപിടിച്ചു. നമുക്ക് ഏത് രീതിയിലും വേണമെങ്കിൽ എഴുതാം. ആദ്യം വേണമെങ്കിൽ തിരിച്ച് വേണമെങ്കിൽ എഴുതാം. നമ്മളതായ രീതിയിൽ നമുക്ക് ആൻസേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടിയിട്ടുള്ള ഗസ്സിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഗസ്സിങ് ഒരിക്കലും നമുക്ക് കുട്ടികൾ എഴുതുമ്പോൾ ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ആ ഗസ്സിങ്ങിൽ തന്നെ ആയിരിക്കണം നിർബന്ധമില്ല. പക്ഷെ എന്നാലും നമുക്ക് എന്ത് ചെയ്യാം?
അത് മാറ്റിയിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇതിൽ വിച്ച് ഓഫ് ദ സംസ് ബിലോ ഗിവൺ 846. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഓരോ സംഖ്യകൾ നിങ്ങൾ കൂട്ടി നോക്കുക. നിങ്ങൾ നോട്ട്ബുക്കിൽ തന്നെ സംഖ്യകളെല്ലാം കൂട്ടി നോക്കുക. അപ്പോൾ ഏതാണ് 846 കിട്ടുന്നത് അത് ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന വർക്കുകളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് കൂട്ടുമ്പോൾ റിമൈൻഡേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഓക്കെ.